ഇത്രയും വലിയ ഹെലോയും പറഞ്ഞ് അങ്ങോട്ടേക്കാന്നല്ല, പോരാളിൻ്റെ വയ്യാലോ കണ്ടത്ത് വിറകെടുക്കാൻ പോകുന്നതാടോ. വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിലെ പോരാളിക്ക് വിറകെടുപ്പിലല്ലാണ്ട് ചോറ് വെക്കാൻ വയ്ക്കൂല. എന്നാൽ പിന്നെ ഞാനുണ്ടേ പറഞ്ഞ് വയ്യാലെ കൂടിയിരിക്കുന്നത്. ഞാൻ പോകുന്നത് വിറകെടുക്കാനൊന്നും അല്ല കേട്ടോ, കണ്ടത്തിൻ്റെ തറ്റം പോയിക്കുന്നുണ്ടല്ലോ സ്വർഗം കാണാമെന്ന് ബ്രദർ പറഞ്ഞു. എന്നാൽ പിന്നെ ആ സ്വർഗം എങ്ങനെയാണ് ഞാൻ കാണണ്ടേനു. അങ്ങനെ പോകാൻ വേണ്ടി നീ തൊട്ടാവാടി നിന്ന് ചിണുങ്ങുക, എന്നെ ഒന്ന് തൊടാവോ ചോദിച്ചു ശേഷം അതിനൊന്ന് തൊട്ടിങ്ങനെ സുഖിപ്പിച്ച് വീട്ടിൽ. അപ്പോഴേക്കും അപ്പുറേ വീട്ടിലെ പട്ടി, നീ ഏതാ കുട്ടിയെ, നിന്നെ എവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നും പറ്റില്ല. രണ്ട് കൊരയും അങ്ങോട്ട് പാസ്സാക്കിന്. എവിടെ പോയാലും പട്ടിയാണ്. പട്ടിയായി പോയില്ലേ പുല്ലുമ്പൊക്കെ തിരിച്ച് കുരയ്ക്കാൻ വയ്ക്കൂലാലോ എന്ന് മനസ്സിൽ കരുതിച്ച് ഞാൻ അങ്ങോട്ട് വെച്ച് നടന്നിന്. ഓ ബീഫിൻ്റെ ഷീറ്റ് നാട്ടുകേസാണല്ലോ. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്, നമുക്കത് മൈൻഡാക്കണ്ട. അങ്ങനെ പോകുമ്പോഴേ രണ്ട് പാറകൾ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് മട്ടിൽ ഇങ്ങനെ കെട്ടുപുണർന്ന് നിൽക്കുന്നു. പിന്നെ ഈ ഫ്രൂട്ടേ, ഇതെന്ത് ഫ്രൂട്ടാണെന്നൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോഴേക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തു തരും. ഫൈനലി ഗൈസ് ഞാൻ പാറേൻ്റെ മണ്ടയ്ക്ക് എത്തിപ്പെട്ടു. പിന്നുണ്ട് ആടെ ഒരു ചാത്തപ്പം പൂച്ച ഇങ്ങനെ ഇന്നത്തിന് സൂം ചെയ്ത് നോക്കിയിരിക്കുന്നുണ്ട്. ഞാനത് മൈൻഡാക്കിയില്ല. അങ്ങനെ സ്വർഗം കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗം പോയിട്ട് സ്വർഗത്തേക്ക് പോകുന്നു റോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേ കുന്നും മലയും കാടും പിന്നെന്തേനോ കുറേ കുരങ്ങന്മാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് വേറൊന്നും കാണാൻ വയ്ക്കില്ല. അപ്പോഴേക്ക് ബൈ.